കോഡിങ്ങോ ഡീകോഡിങ്ങോ ഇല്ലാതെ, അനാലജി ഇല്ലാതെ, ബ്ലഡ് റിലേഷൻ ഇല്ലാതെ, ഡയറക്ഷൻ സെൻസ് ഇല്ലാതെ, ഇതൊന്നുമില്ലാതെ ഒരു റെയിൽവേ എക്സാമിൻ്റെ പോലും ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തിറങ്ങില്ല. ഹലോ എവ്രി വൺ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി വരാനിരിക്കുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷനിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷനിലെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സിലബസ് ഓരോ എക്സാമിനും ഒരുപാടുണ്ടെങ്കിലും മുഴുവൻ സിലബസ് കവർ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു 30% വരുന്ന ഒരു സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 60 to 70% മാർക്ക് ലഭിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഒരു റെയിൽവേയുടെ എക്സാമിനേഷനാണ്, 10th എലിജിബിലിറ്റി വരുന്ന എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനും ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും എക്സാംസിൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇല്ല. ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈസി ടു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മീഡിയം ടു ഈസി ലെവലാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, അല്ലേ, നിങ്ങളെപ്പോലെ എക്സാം എഴുതുന്ന എല്ലാവർക്കും അത് മീഡിയം ടു ഈസി ലെവൽ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയധികം പേര് പൊതുവേ റെയിൽവേ എക്സാംസിന് കമ്പീറ്റ് ചെയ്യുന്നത് ഒരു പോസ്റ്റിന് 1000 പേര് എന്നുള്ള രീതിയിലാണ് നോർമലി കോമ്പറ്റീഷൻ വരാറുള്ളത്. അപ്പോൾ ഇത്രയും പേര് കമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്ന് എൻഷുർ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്കോർ ലഭിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽവേ എക്സാമിനേഷൻ നടക്കുന്നത് 100 മാർക്കിലാണ്. റെയിൽവേ എക്സാംസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നില്ല. അതേസമയം ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകളാണ് വരുന്നത്. ജനറൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ഉണ്ട്. അപ്പോൾ റീസണിങ്ങിന് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ്സും. ജനറൽ അവയർനെസ്സിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും അതിനുശേഷം ജനറൽ സയൻസും. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിച്ചാലാണ് ഏറ്റവും നല്ല മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുക, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ക്വസ്റ്റന് ഇവിടെ 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കായിട്ട് 1/3 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 3 ആൻസേഴ്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് കൂടുതൽ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, തെറ്റിക്കാതെ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫൈൻ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാം ഓരോ എക്സാമിനും ഓരോ സിലബസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ. അപ്പോൾ പല സിലബസുകളും ഈ പല എക്സാംസിൻ്റെയും വളരെ വാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ തുടക്കം പഠിക്കുന്നതിൻ്റെ ഒരു ആവേശത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. എല്ലാ സബ്ജക്റ്റും അവസാനം ആകുമ്പോഴേക്കും നന്നായിട്ട് കവർ ചെയ്യണം, ഒരു 3 തവണയെങ്കിലും റിവൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന പോലത്തെ, അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ 5 അല്ലെങ്കിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ആനുവൽ എക്സാം പോലെ നടക്കുന്ന ഒരു എക്സാം അല്ല ഇവിടെ. ഇവിടെ ചില ചാപ്റ്ററുകൾക്ക് വെയിറ്റേജ് കൂടുതലാണ്. സോ അങ്ങനെ വെയിറ്റേജ് കൂടുതൽ വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ സോൾവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ടോപ്പിക്കും ഒരേപോലെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കൂൾ എക്സാമിൻ്റെ ലെവലിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ലെവലിലേക്ക് വരുമ്പം അത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഹയർ വെയിറ്റേജ് ഉള്ളതിന് നിങ്ങൾ ഹയർ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്നത് ഒരു 50 to 60 മാർക്സ് കിട്ടുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അതായത് ഒരു 30% ഓഫ് ദ സിലബസ് ഓരോ സബ്ജക്റ്റിൻ്റെയും പഠിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു 50% to 60% മാർക്ക് കിട്ടും. പക്ഷേ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള കൂടുതൽ മാർക്ക് വേണം. അതിന് വരുന്ന കാര്യം നമ്മുടെ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്.
ഓക്കെ, സോ അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ആ ഏരിയകളിൽ സ്പീഡ് കൂട്ടാനായിട്ടും പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ തന്നിരിക്കുന്ന ഏരിയാസിൽ ഞാൻ നേരത്തെ പറഞ്ഞു റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന സെക്ഷൻ എന്താ അത് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റീസണിംഗ് എന്നാണ് പറയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സ് നിങ്ങൾക്കറിയാം കുറേ ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് വെച്ചിട്ട് മാത്സിൻ്റെ സിലബസ് ഇവിടെ ലിമിറ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ്ങിൻ്റെയും മാത്സിൻ്റെയും സിലബസ് ലിമിറ്റഡ് ആണ്. പക്ഷേ മാത്സിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാത്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ചില കേസസിൽ ക്വസ്റ്റ്യൻസ് ഫോർമുലാസ് വെച്ചിട്ടാണെങ്കിൽ പോലും സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ, അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും മാത്സിലെ ചോദ്യങ്ങൾ റീസണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സാണ് റീസണിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം റീസണിങ്ങിൽ ഒരു ഫിക്സ്ഡ് സിലബസ് ഉണ്ട്, അതായത് ഇന്ന ഏരിയയിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുള്ളൂ നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കാതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് റീസണിങ്ങിൽ വരുന്നത്. സോ റീസണിങ്ങിൽ നിങ്ങൾ നല്ല ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി മാത്സിലേക്ക് വരുന്ന കേസിൽ ഡെഫിനറ്റ്ലി എല്ലാ ടോപ്പിക്കുകളും ഒരേ വെയിറ്റേജ് ആണോ? അല്ല. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ഒരേപോലെയാണോ? അല്ല. അപ്പോൾ അതിൽ അധികം സമയം വേണ്ടാതെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്കുകളുണ്ട്, അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ജനറൽ സയൻസിൽ നിന്നും ജനറൽ അവയർനെസ്സിൽ നിന്നും അത്യാവശ്യം ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ സിലബസും വാസ്റ്റാണ്. അപ്പോൾ ഇത് മുഴുവൻ ചിലപ്പോൾ പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ ഒരു 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു 80% ഓഫ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഫോക്കസ് ഏരിയാസിൽ നിന്നാണ്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റീസണിംഗ് ആണ്. റീസണിങ്ങിൽ നിന്നും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീസണിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സാണ്. അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതേസമയം സിലബസും ഫിക്സ്ഡ് ആണ്. സോ ബേസിക്കലി റീസണിങ്ങിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഇവിടെ ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രം സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നിഷൻ ആണ്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 5 സൈക്കിളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ചില റീസണിങ്ങിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഭയങ്കര ലെങ്തി ആയിരിക്കും. ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, നോട്ട് യു ഷുഡ് കൺസിഡർ ദിസ് ആസ് ആൽഫബറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പാരഗ്രാഫ്സ് വരും. അപ്പോൾ ഒരു കഴിഞ്ഞ 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ വന്നാൽ ഇതാണ് അതിൻ്റെ മീനിങ്. പിന്നെ നമ്മൾ വെറുതെ വായിച്ച് ഒരു 10 സെക്കൻഡ് അവിടെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് പ്രാക്ടീസാണ്. സ്കില്ലല്ല, വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. അതുമൂലം നിങ്ങൾക്ക് കിട്ടുന്ന സ്കില്ലാണ് ഇവിടെ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളിപ്പം എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിന് തരുന്ന ബൂസ്റ്റ് വളരെ വലുതായിരിക്കും. സോ ഇത്രയും കൂടി ആക്യുറസി നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും RRB ഗ്രൂപ്പ് D എക്സാമിൻ്റെ ഏത് ഷിഫ്റ്റ് നിങ്ങൾ നോക്കിയാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ ചില ടോപ്പിക്കുകളിൽ നിന്ന് ചില ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ചിലതിൽ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം റാങ്കിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതിലെല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവണമെന്നില്ല. ചില ഷിഫ്റ്റുകളിൽ ഉണ്ടാവും, ചില ഷിഫ്റ്റുകളിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ,
ചില ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചില ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും എല്ലാ ഷിഫ്റ്റുകളിലും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പുറത്തിറങ്ങില്ല. അല്ലെങ്കിൽ കോഡിങ്ങോ ഡീകോഡിങ്ങോ ഇല്ലാതെ, അനാലജി ഇല്ലാതെ, ബ്ലഡ് റിലേഷൻ ഇല്ലാതെ, ഡയറക്ഷൻ സെൻസ് ഇല്ലാതെ, ഇതൊന്നുമില്ലാതെ ഒരു റെയിൽവേ എക്സാമിൻ്റെ പോലും ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തിറങ്ങില്ല. സോ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ടോപ്പിക്കുകൾ, വെൻ ഡയഗ്രാം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ ഈസി ടോപ്പിക്സ് ആണ്, ഇത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ എന്നാണ് അല്ലേ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നറിയാം എന്നുള്ളതിലല്ല. എന്തായാലും ഇത് വരുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇത് വരുമ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റിന് 4 to 5 സെക്കൻഡ്സ് എങ്കിലും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്കൊരു 50 സെക്കൻഡ്സ് സേവ് ചെയ്താൽ 2 ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഫോക്കസ് കൊടുക്കുന്നത്. സോ റിപ്പീറ്റഡ് ടോപ്പിക്സ് റീസണിങ്ങിൽ നിന്ന് വരുന്നത് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് അറിയോ ഇല്ലയോ എന്ന് നോക്കാനല്ല, നമ്മുടെ പ്രാക്ടീസ് കൂട്ടി അതിൻ്റെ സ്പീഡ് ആൻഡ് ആക്യുറസി നമുക്ക് കൂട്ടാനാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ സീരീസിൽ നിന്ന് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എല്ലാ റെയിൽവേ എക്സാമിലും ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡി മാത്രമല്ല NTPC നോക്കിക്കോളൂ, മിനിമം 4 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്തായാലും ഉണ്ടാവും. അതിൽ ആൽഫബറ്റ് കോഡിംഗ് ഉണ്ടാകും, ആൽഫബറ്റ് സീരീസ് ഉണ്ടാകും, ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ടാകും, പിന്നെ നമ്പർ സീരീസ് മാത്രമുള്ളതുണ്ടാവും. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലും അതുപോലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അനാലജിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഡയറക്ഷൻ സെൻസിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ആണ് കേട്ടോ, 1 ക്വസ്റ്റ്യൻ മിനിമം. ബ്ലഡ് റിലേഷനും 1 ക്വസ്റ്റ്യൻ മിനിമം. വെൻ ഡയഗ്രാമിൽ നിന്നും 1 ക്വസ്റ്റ്യൻ മിനിമം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി നോക്കിക്കേ. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൂട്ടിക്കോ, ഇവിടെ 2, അപ്പോൾ തന്നെ നമുക്ക് 5 ആയി, 6, 7 ആയി, 8, 9, നെക്സ്റ്റ് 10 and 11 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 12 മാർക്സ് ഇതിൽ നിന്ന്, ഈ ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ പോരാ, ഇവിടെ ഈ ടോപ്പിക്കുകളിൽ നിങ്ങളുടെ ആക്യുറസിയും സ്പീഡും ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോർമലി നിങ്ങൾ എക്സാമിന് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾ ഈ പഠിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ ഈസി ക്വസ്റ്റ്യൻസും ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ സീരീസും അനാലജിയും എങ്ങനെ നോക്കിയാലും ഈസി ആയിരിക്കും, അതിനെ ഒന്നും ടഫാക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, സോ അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീരീസും അനാലജിയും എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഇനി കോഡിങ് ആൻഡ് ഡീകോഡിങ്ങും ഈസിയാണ്, പക്ഷേ ഡയറക്ഷൻ സെൻസിൽ ചിലപ്പം കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി വലിയ ഡയറക്ഷൻ സെൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലോ ഇച്ചിരി ടഫാവും. സോ അങ്ങനെ ടഫ് ആകാൻ പറ്റുന്ന ടോപ്പിക്കുകളും ഉണ്ട്. സോ അങ്ങനെയുള്ളതിനെ നിങ്ങൾ സെക്കൻഡറി പ്രിഫറൻസ് കൊടുക്കുക. ഫസ്റ്റ് എപ്പോഴും നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അതിനുശേഷം ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മോഡറേറ്റ് സോൾവ് ചെയ്യുക, അതിനുശേഷം ബാക്കി വരുന്ന റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഇതിന് മുൻപ് നടന്നിരിക്കുന്ന, അതായത് ഇതിന് മുൻപ് നടന്നിരിക്കുന്ന ഈ അടുത്ത ഒരു 2022 തൊട്ടിട്ടുള്ള അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ RRB NTPCയുടെ 2025 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പസിൽ ടൈപ്പ്, അതായത് ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പസിൽസും ഈടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയരുത്, അതും നിങ്ങൾ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ മാത്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാത്സിലും ഒരുപാട് സബ് ടൈപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാം, എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപോലെ ആയിരിക്കില്ല വരിക. ഇവിടെയും വീണ്ടും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകളുണ്ട്. അതായത് ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരാതെ ഒരു ഷിഫ്റ്റ് പോലും RRB ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തിറങ്ങില്ല. അങ്ങനത്തെ ഉള്ള ടോപ്പിക്കുകളുണ്ട്. ഇനി അതല്ലാതെ ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടോപ്പിക്കുകളുടെ ചില എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെല്ലാത്തിൽ നിന്നും ഇതിൻ്റെ കൂടെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടി ഉണ്ട് കേട്ടോ. സോ ഇത് ഇല്ലാതെ എല്ലാത്തിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേസമയം ഇതല്ലാതെ വരുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രെയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതെല്ലാത്തിലും വരണമെന്നില്ല. ബോട്ട് ആൻഡ് സ്ട്രീം ബേസ്ഡ് ക്വസ്റ്റ്യൻ, അത് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ആപ്ലിക്കേഷനാണ്, പക്ഷേ എപ്പോഴും അത് വരണമെന്നില്ല അല്ലേ. അപ്പോൾ ഇതേപോലെ ചില ഷിഫ്റ്റുകളിൽ മാത്രം അപ്പിയർ ചെയ്തു പോകുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക്കുകളും ഉണ്ട്. പക്ഷേ ഈ ഷിഫ്റ്റുകളിലെല്ലാം തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൽ നിന്നും ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടുണ്ടാവും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരും. ആവറേജിൽ നിന്ന് സാധാരണ 2
അതുകൊണ്ടാണ് ചില കേസിൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇത് ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ കൂടി വരുമ്പോൾ ചിലപ്പം 3 ക്വസ്റ്റ്യൻ കൂടി വരും. സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും 2 ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. ഒന്നെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യം, അതിൻ്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു ചോദ്യം. സോ 1 to 2 ക്വസ്റ്റ്യൻസ് എന്തായാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും നമുക്ക് വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ടോപ്പിക്കുകളിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, ഇല്ലാതെ എവിടെയും പോവില്ല. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ടോപ്പിക്കുകൾ മസ്റ്റായിട്ട് പഠിക്കുക. ഞാൻ പറയുന്നു, ഇത് ജസ്റ്റ് സോൾവ് ചെയ്യാനല്ല. നമ്മൾ എന്തിനാ ഈ ഒരു എക്സ്ട്രാ ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ നല്ല കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസി കൂടാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പറഞ്ഞു തരുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ മാത്സ് സോൾവ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ സമയത്ത്? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ബേസിക് അരിത്തമെറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവയ്ക്കൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലാസും ഷോർട്ട് കട്ട് മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാത്സിൽ നിന്നുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം മാത്രം ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ സയൻസിൻ്റെ കാര്യമാണ്. സോ അപ്പോൾ ജനറൽ സയൻസിൻ്റെ കാര്യം ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. സോ നോർമലി നമ്മുടെ NCERT CBSEയിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. സോ അപ്പോൾ അതിനകത്തെ ക്ലാസ് 9th ക്ലാസ് 10th സയൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫിസിക്സിൽ നിന്ന് നമ്മളിപ്പം ലിസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളിൽ നിന്ന് ഏകദേശം 9 to 11 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ കൂടുതലും മോഷൻ, വർക്ക്, പവർ, എനർജി, ഇലക്ട്രിസിറ്റി, ഹീറ്റ്, ടെമ്പറേച്ചർ. സോ അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ ഗ്രൂപ്പ് ഡിയിൽ മാത്രമല്ല പൊതുവെ എല്ലാ റെയിൽവേ എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരു 7 to 9 ക്വസ്റ്റ്യൻസ് വരുന്നത് ആസിഡ്, ബേസിസ് ആൻഡ് സോൾട്സിൽ നിന്നായിരിക്കും. അതിൻ്റെ കൂടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻസ്, ബേസിക് ആറ്റമിക് സ്ട്രക്ചർ. സോ അപ്പോൾ ഇതും ഒരുപാട് ഇൻഡെപ്ത് ലെവൽ, അതായത് ഒരു BSc കെമിസ്ട്രിൻ്റെ ലെവലിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് നോർമലി ഒരു 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കെമിസ്ട്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സെയിം വിത്ത് ബയോളജി, ഹ്യൂമൻ ബോഡി സിസ്റ്റംസ്, ന്യൂട്രിഷൻ, ഡിസീസസ്, പ്ലാന്റ് ബയോളജി ആൻഡ് ബേസിക്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ജനറൽ സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. അതായത് ഒന്നിനെ നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്ത കുറേ കാര്യങ്ങളുണ്ടാകും അല്ലേ. ഫോർ എക്സാമ്പിൾ ചില കൺട്രികളുടെ കറൻസികളോ അല്ലെങ്കിൽ ക്യാപിറ്റൽസോ അല്ലെങ്കിൽ ഫ്രീഡം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, പാസ്റ്റിലുള്ള കാര്യം, ഇത് മൂവ് ചെയ്യാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല അല്ലേ. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. എന്നാൽ മൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഓരോ വർഷവും ഓരോ സ്റ്റേറ്റിലെയും ഗവർണർ അല്ലെങ്കിൽ 5 years കൂടുമ്പോൾ ചീഫ് മിനിസ്റ്റർ, ഗവർണേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കറണ്ട് അഫെയർസിലാണ് പെടുത്തുന്നത്. സോ ബേസിക്കലി ഒരു 6 to 8 months കറണ്ട് അഫെയർസിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റാറ്റിക് GKയിലും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് സിലബസിൽ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ CA കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല. അപ്പോൾ അതിൽ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മെയിനായിട്ടുള്ള ഇന്ത്യൻ കാര്യങ്ങളായിരിക്കും. സോ ഇത് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ PSC എക്സാംസിനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, കേരള PSCക്കൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും കേരളം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും GAയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. എന്നാൽ നമുക്ക് ഇവിടെ ഇന്ത്യ മൊത്തത്തിൽ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ചിലപ്പം ഇന്ത്യൻ റെയിൽവേ ബേസ്ഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി, ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, ഗവൺമെൻറ് സ്കീംസ്, അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളാണ് കേട്ടോ വരിക. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളായിരിക്കും വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേ, ഞാനിപ്പോൾ ഒരു 12 to 18 മാർക്കുകൾ വരെ
ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 12 മാർക്ക് കൂട്ടിക്കോ. മാത്സിൽ നിന്നൊരു 15 മാർക്സ്, ജനറൽ സയൻസിൽ നിന്നും ഒരു 20 മാർക്സും, ജനറൽ അവയർനെസ്സിൽ നിന്നും 8 to 10 മാർക്ക് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 55ൻ്റെ മുകളിലേക്ക് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങളുടെ കട്ട് ഓഫ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് നെസസറി. കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബേസിക് ടോപ്പിക്കുകൾ മാത്രമല്ല പഠിക്കേണ്ടത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ പഠിക്കണം. പക്ഷേ ഫോക്കസ് ബേസിക് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ടോപ്പിക്കുകളിൽ കൊടുക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അവിടെ നിങ്ങൾക്കിത് എന്തായാലും വരും എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റിസ്ക് ഇല്ല പഠിക്കുന്നതും കൊണ്ട്. എന്തായാലും ഈ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും എന്നറിയാമെങ്കിൽ ഇത് സ്പീഡാക്കി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇച്ചിരി ടഫുള്ള ക്വസ്റ്റ്യൻസിൽ മേ ബി നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് ഡി പോലെ വരുന്ന റെയിൽവേയുടെ എല്ലാ എക്സാംസിനും പിന്നെ നമ്മുടെ ബാങ്ക് എക്സാംസിനും SSC എക്സാംസിനും ഒക്കെ ഒരുമിച്ച് പഠിക്കാനുള്ള കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ബാച്ചസ് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ലൈവ് ക്വിസുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റ പ്ലാനിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് ഇനി വീഡിയോസ് വേണ്ടത് അങ്ങനെയുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് കോമെൻ്റ് ആയിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യൂ. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മാത്രമാണ് ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വല്ല നോട്ടിഫിക്കേഷൻ വീഡിയോയോ എക്സാമിൻ്റെ ഡേറ്റ് ചേഞ്ച് വീഡിയോ ഒക്കെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് ചാനൽ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.